ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്ലോകം 38 മുതൽ കർമ്മയോഗത്തിന്റെ തുടക്കം. ശ്ലോകം 38. സുഖവും ദുഃഖവും ഒരുപോലെ കാണുക, ലാഭവും നഷ്ടവും വിജയവും പരാജയവും ഒരുപോലെ സ്വീകരിക്കുക. അങ്ങനെ കർത്തവ്യം ചെയ്യാൻ ഇറങ്ങിയാൽ നിനക്ക് പാപമുണ്ടാകില്ല. ശ്ലോകം 39. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഇനി കേൾക്കൂ. ബുദ്ധിയോടെ കർമ്മം ചെയ്യുന്ന മാർഗം, അത് പിന്തുടർന്നാൽ കർമ്മബന്ധത്തിൽ നിന്ന് നീ മോചിതനാകും. ശ്ലോകം 40. ഈ കർമ്മയോഗത്തിൽ ആരംഭിച്ചാൽ ഒരിക്കലും നഷ്ടമില്ല. ചെയ്യുന്നതിൽ തെറ്റ് വന്നാലും ദോഷമില്ല. ഇതിലെ ചെറിയ ശ്രമം പോലും വലിയ ഭയങ്ങളിൽ നിന്ന് രക്ഷിക്കും. ശ്ലോകം 41. ധർമ്മപദത്തിൽ ഉറച്ച ബുദ്ധിയുള്ളവർക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ. പക്ഷേ ഉറച്ച മനസ്സില്ലാത്തവരുടെ ബുദ്ധി പല വഴികളിലേക്കും ചിതറിയോടും. ശ്ലോകം 42-43. ചിലർ വാക്കുകളുടെ മാധുര്യത്തിൽ കുടുങ്ങി കർമ്മഫലവും സ്വർഗസുഖവും മാത്രം തേടുന്നു. അവർക്ക് യഥാർത്ഥ മോക്ഷമാർഗം കാണാനാവില്ല. ശ്ലോകം 44. ഭോഗത്തിലും സമ്പത്തിലും അതിയായ ആസക്തിയുള്ളവരുടെ മനസ്സിൽ ഉറച്ച ബുദ്ധി ഉണ്ടാകില്ല. അവർക്ക് ആത്മശാന്തി ലഭിക്കില്ല. ശ്ലോകം 45 മുതൽ ത്രിഗുണങ്ങൾ, ആസക്തി വിട്ടുള്ള ജീവിതം, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. ശ്ലോകം 45. വേദങ്ങൾ സംസാരിക്കുന്നവയെല്ലാം 3 ഗുണങ്ങളോട്, അതായത് സത്വം, രജസ്, തമസ് ബന്ധപ്പെട്ടവയാണ്. എന്നാൽ അർജുന, നീ ആ 3 ഗുണങ്ങളുള്ള സ്വാധീനത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുക. ദ്വന്ദ്വങ്ങൾ, സുഖം, ദുഃഖം, തണുപ്പ്, ചൂട് എന്നിവയെ അതിജീവിക്കുക. എപ്പോഴും ശുദ്ധമായ സത്വഗുണത്തിൽ നിലനിൽക്കുക. ലോകത്തിലെ സുരക്ഷ, ലാഭം മാത്രം നോക്കാതെ ആത്മാവിൽ ഉറച്ചു നിൽക്കുക. ശ്ലോകം 46. ചുറ്റുമെങ്ങും വെള്ളം നിറഞ്ഞ വലിയ തടാകം ലഭിച്ചാൽ ഒരു ചെറിയ കിണറിന്റെ പ്രയോജനം എന്താണ്? അതുപോലെ സർവസത്യവും മനസ്സിലാക്കിയ ജ്ഞാനിക്ക് വേദങ്ങളുടെ ചെറിയ ഭാഗങ്ങൾ ഉപാധിയായി വേണ്ടതില്ല. ശ്ലോകം 47. നിനക്കുള്ള അവകാശം കർമ്മത്തിലെ മാത്രം, ഫലത്തിൽ ഒരിക്കലുമില്ല. കർമ്മം ചെയ്യുന്നത് ഫലം കിട്ടാനൊരു ആസക്തിയോടെ ആയിരിക്കരുത്. ആലസ്യമായി കർമ്മം ചെയ്യാതിരിക്കാൻ നിനക്ക് അവകാശമില്ല. ഇതുതന്നെയാണ് കർമ്മയോഗത്തിന്റെ മജ്ജ. ശ്ലോകം 48. അർജുന, ആസക്തി വിട്ട് വിജയത്തിലും പരാജയത്തിലും അതേ മനസ്സോടെ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുക. അത് തന്നെയാണ് യോഗം. ശ്ലോകം 49. ഫലത്തെ ആശ്രയിച്ച് ചെയ്യുന്ന കർമ്മം വളരെ താഴ്ന്നതായിരിക്കും. അതിനാൽ ബുദ്ധിയോഗത്തെ ആശ്രയിക്കൂ. ഫലത്തിനായി മാത്രം കർമ്മം ചെയ്യുന്നവർ ജീവിതം ചെലവഴിക്കുന്നത് പാഴാക്കുന്നവരാണ്. ശ്ലോകം 50. ബുദ്ധിയോടെ കർമ്മം ചെയ്യുന്നവർ പുണ്യവും പാപവും രണ്ടും അതിജീവിക്കുന്നു. അതിനാൽ യോഗത്തിലേക്ക് ചേർക്കപ്പെടുക. യോഗം എന്നത് കർമ്മം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നർത്ഥം. ശ്ലോകം 51. കർമ്മത്തിനു ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ജ്ഞാനികൾ ജന്മ മരണ ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുന്നു. അവർ ശാന്തിയുള്ള പരമസ്ഥിതിയിലെത്തുന്നു. ശ്ലോകം 52 മുതൽ സ്ഥിതപ്രജ്ഞൻ ജനിക്കുന്ന അടയാളങ്ങൾ. ശ്ലോകം 52. മോഹം നീങ്ങി ബുദ്ധി തെളിഞ്ഞാൽ നീ കേട്ടും കേൾക്കാവുന്നവയുമായി ബന്ധപ്പെടാതെ ശാന്തമാകും. ശ്ലോകം 53. വ്യത്യസ്തമായ വാദങ്ങൾ കേട്ട് മനസ്സ് ചഞ്ചലമാകാതെ സ്ഥിരമായി ഒരേ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോൾ നീ സത്യമായ യോഗം നേടും. ശ്ലോകം 54. അർജുനൻ ചോദിക്കുന്നു, ഹേ കേശവ, സ്ഥിതപ്രജ്ഞൻ ആരാണ്? ധ്യാനത്തിൽ ഉറച്ച ബുദ്ധിയുള്ളവന്റെ ലക്ഷണങ്ങൾ എന്ത്? അവൻ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു? ശ്ലോകം 55. ശ്രീകൃഷ്ണൻ പറയുന്നു, മനസ്സിൽ ഉയരുന്ന എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ആത്മാവിൽ തന്നെ തൃപ്തനായവൻ, അവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നത്. ശ്ലോകം 56. ദുഃഖം വരുമ്പോൾ കുലുങ്ങാതെ, സുഖം വന്നാലും അതിൽ പിടിക്കാതെ, ഭയം, കോപം എന്നിവ ഇല്ലാത്തവൻ, അവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. ഏതു സാഹചര്യത്തിലും പിടിച്ചില്ലാതെ, ശുഭമോ അശുഭമോ വന്നാലും അതിനെ അതിൻ്റെതായ സന്തോഷത്തോടെ
സ്വീകരിക്കാതെയും വെറുക്കാതെയും കഴിയുന്നവനാണ് സ്ഥിരപ്രജ്ഞയുള്ളവൻ. ശ്ലോകം 58. ഒരു ആമ ഭീഷണി കണ്ടാൽ അവയുടെ കൈകാലുകൾ ഉള്ളിലേക്ക് വലിച്ച് വാങ്ങുന്നതുപോലെ ഇന്ദ്രിയങ്ങളെ വിഷയം മുതലെടുത്ത് പിൻവലിക്കാൻ കഴിയുന്നവൻ അവന്റെ പ്രജ്ഞ സ്ഥിരമാണ്. ശ്ലോകം 59. വിഷയങ്ങൾ വിട്ടൊഴിഞ്ഞാലും അവയുടെ രസം മനസ്സിൽ ബാക്കി നിൽക്കും. പക്ഷെ പരമാത്മ അനുഭവം എത്തിയാൽ അതുപോലും പൂർണ്ണമായി പോകും. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജയ് ശ്രീകൃഷ്ണ.